എന്താ ഇപ്പൊ ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ? മടുത്തു ചന്ദ്രേട്ടാ. ഡാഡിയുടെ ചെലവ് പറ്റിയുള്ള ഈ ജീവിതം എപ്പോ നോക്കിയാലും ശപിക്കാനും പരിഹസിക്കാനുമേ അങ്ങേർക്ക് നേരമുള്ളൂ. മമ്മിയെ ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തത്. നിന്റെ ഡാഡി അല്ലേടാ. ചന്ദ്രേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പട്ടാളച്ചിട്ടയ്ക്ക് നിർത്തും പോലുള്ള പെരുമാറ്റം അങ്ങേരുടേത്. അതിരിക്കട്ടെ, നീ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകുന്നത്? ഇന്റർനെറ്റ് കഫേ. ഇന്റർനെറ്റ് കഫേ? അതിവിടെ ഒരുപാടെണ്ണം ഇല്ലേ? എത്രയുണ്ടായാലും തികയില്ല ചന്ദ്രേട്ടാ. ഈ ചാറ്റിംഗ് ഇമെയിൽ എന്നൊക്കെ പറഞ്ഞ് കഫേയിലെത്തുന്ന അധികം പേരും വാതിലടുത്തിരുന്ന് കാണുന്നത് മറ്റതാ. പെൺകുട്ടികൾ വരെ ഫോൺ സൈറ്റിന് അഡിക്റ്റാ. ഇടം എടുക്ക. കൂടാതെ ഞാൻ കുറെ മസാല സീഡുകൾ വാങ്ങി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ജനം ക്യൂ ആയിരിക്കും, ക്യൂ. നീ ഒരു പൂളാനാണല്ലോ. ആട്ടെ, ഇതൊക്കെ ചെയ്യാനുള്ള പൈസ? അതിനല്ലേ ഞാൻ ചന്ദ്രേട്ടന്റെ അടുത്ത് വന്നത്. അത് ശരി. എടാ, പൈസക്കാണോ ബുദ്ധിമുട്ട്? ബാങ്ക് അല്ലേ വീട്ടിലിരിക്കുന്നത്. ഡാഡിയോട് പോയി കൈ നീട്ടാനോ? ഞാനില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് കൊന്നുകളയും. നിന്റെ ഡാഡിയുടെ കേസിൽ നിന്ന് പണം എടുത്ത് തരാനല്ലോ ചോദിക്കുന്നത്. ലോണായിട്ടല്ലേ? ഓരോ മാനേജർമാർ അവർക്ക് ഇഷ്ടമുള്ള എത്ര പേർക്കാണെന്നോ ലോൺ കൊടുക്കുന്നത്. കൊടുക്കാതെ എഴുതി തള്ളുകയും ചെയ്യും. അങ്ങേര് നല്ലൊരു ഡാഡി ആണെങ്കിൽ നിനക്ക് ലോൺ തരും. ഷോപ്പ് അഡ്വാൻസിനും ഫർണിഷിങ്ങിനുമായിട്ട് ഒരു 2 ലക്ഷം രൂപ ലോൺ ചോദിക്കേ. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഞാൻ എന്റെ ജാമ്യത്തിൽ ലോണായി വാങ്ങിത്തരാം. ചന്ദ്രേട്ടന്റെ ഈ സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. അതൊന്നും സാരമില്ല. നീ ഡാഡിയെ ചെന്ന് കാണും. ഓഹോ, ഇന്റർനെറ്റ് കാഫേ തുടങ്ങാൻ ലോൺ കൊള്ളാം. എടാ, 2 പേപ്പർ എഴുതിയെടുക്കാൻ കഴിയാത്ത നീയാണോ ഇനി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോണത്? അത് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടാണേലും നടക്കില്ല. അവന്റെ ഒരു ചന്ദ്രേട്ടൻ. ഡാ, പഠിക്കേണ്ട സമയത്ത് പഠിക്കേ. അല്ല ബിസിനസ്സിൽ ലോണെന്നും പറഞ്ഞ് ബാങ്കിൽ വന്ന് കൈനീട്ടുക അല്ല വേണ്ടത്. ഡാഡിയുടെ നയ പൈസ ഇനി എനിക്ക് വേണ്ട. അതില്ലാതെ തന്നെ കഫേ തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കടമുറിക്കുള്ള അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഫർണിഷ് ചെയ്യാനുമായിട്ട് 2 ലക്ഷം രൂപ കിട്ടിയാൽ മതി മമ്മി. കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ചന്ദ്രേട്ടൻ ലോണായിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി മമ്മിയുടെ പേരില് ബാങ്കിലിട്ടിരിക്കുന്ന പൈസ ഇല്ലേ, അതിന്ന് തന്നാ മതി. എന്നാലും ഡാഡി അറിയാതെ ഡാഡി അറിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നടന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്തു കളയും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോനെ. ദേ, ഞാൻ പണം തരാം. നിന്റെ ആഗ്രഹം നടക്കട്ടെ. All the best. Thank you. ഞാൻ കഫേയിലേക്ക് പോകും. മമ്മി, ഇതാ കുറച്ച് പൈസയുണ്ട്. ഇറച്ചിക്കൊക്കെ എന്താ വില, പ്രത്യേകിച്ച് ഉടുമ്പിന്റെ. മമ്മി, ഇതാ ഒരു സാരി ഉണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ ലോണൊക്കെ അടച്ചു തീർത്തേക്കണേ. ഞാനാ നിനക്ക് ഗ്യാരണ്ടി. അറിയാലോ ചന്ദ്രേട്ടാ, ഞാൻ അടച്ചോളാം. അത് മതി. Hey man, I need a cabin. I want to chat with my girlfriend. This cabin. Hey. നെറ്റ് കണക്റ്റഡ് ആണോ നോക്കിയതാ.
അവന്മാരെ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ചന്ദ്രേട്ടൻ കണ്ടോ, എല്ലാവരും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടെന്തിനാ കേസും ബുക്കാറുമായിട്ട് കുറെ നാൾ നടക്കാനോ? അവന്മാര് ചുമ്മാ അല്ലോ തല്ലിപ്പൊളിച്ചത്, നീ വൃത്തികേട് കാണിച്ചിട്ടല്ലേ? ചന്ദ്രേട്ടാ, എടാ ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല, പണമാണ്. എങ്ങനെയാ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കടക്കാരുടെ കൈ കുടുങ്ങും. ഡാഡി അറിയുന്നതിന് മുമ്പ് മമ്മി തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അതാ എന്റെ ടെൻഷൻ. അങ്ങേരുടെ മുമ്പിൽ കുറെ ജാട കാണിച്ചതാ ഞാൻ. നീ എന്താ എന്റെ കാര്യം ആലോചിക്കാത്തത്? 2 ദിവസം കഴിഞ്ഞാൽ കടക്കാർ എന്റെ വീട്ടിൽ വന്നു തുടങ്ങും. ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. ചന്ദ്രേട്ടന്റെ കയ്യിൽ ഈ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ഫണ്ടൊന്നും കാണില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. കമ്മിറ്റിക്കാരറിയാതെ അത് തൊടാൻ പറ്റില്ല. മാത്രമല്ല ഞാനത് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി ചന്ദ്രേട്ടൻ കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. ആരെ കൊന്നിട്ടായാലും ഞാൻ പണം ഉണ്ടാക്കിക്കോളാം, പ്ലീസ്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ വളഞ്ഞ വഴികളേ ഉള്ളൂ. ആ പോർട്ടിലെ ഉസ്മാൻ പറഞ്ഞെന്നാ മൂപ്പര് അങ്ങനെയാണ് കാശുണ്ടാക്കിയത്. എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. അതല്ല മഡോണ, എനിക്ക് തീരെ വശമില്ലാത്ത കാര്യങ്ങളാ ഇതൊക്കെ. നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിനൊക്കെ ഉള്ളൂ. ചന്ദ്രേട്ടൻ എന്നെ വിശ്വസിക്കാം, ഞാൻ കൂടെ ഉണ്ടാവും. എന്താ കാര്യം? സംഗതി ബ്രൗൺ ഷുഗറാ. കുറച്ചു ദിവസത്തെ മെനക്കേടുണ്ട്. ഗോവ വരെ ഒന്ന് പോണം. 10 ലക്ഷം രൂപയുടെ സാധനം ലൂസാക്കി വിറ്റാൽ 20 ലക്ഷം കിട്ടും. 10 ലക്ഷം രൂപ ലാഭം, അതും പെട്ടെന്ന്. വേറെ ഒരു ബിസിനസ്സിലും ഇത്രയ്ക്ക് ലാഭം കിട്ടില്ല. പക്ഷേ 10 ലക്ഷം രൂപ ആദ്യം കൊടുക്കണ്ടേ? അതെവിടെ നോപ്പിക്കും? ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വേണേലും തരും ആ ബ്ലേഡ് രാജൻ. എങ്കിൽ അത് മതി. പക്ഷെ രാജൻ എന്തെങ്കിലും ഗ്യാരണ്ടിയായി നൽകേണ്ടി വരും. നിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ, സ്വത്തോ മറ്റോ? ചന്ദ്രേട്ടാ, കൈപ്പെടരുത്. ബാഗ് അവന്മാരുടെ കൈ പെടരുത്. വഴിയില്ല. നീ പേടിക്കണ്ട, നാട്ടിലെത്തിയതിലൂടെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നമ്മൾ രണ്ടുപേരും 2 വഴിക്ക് പോകുന്നതല്ലേ. നീ ഇതുവഴി പോയിക്കോ. ഇത് വെച്ചോ. പോടാ, നീ പോടാ. ഞാനല്ല, എനിക്കറിയില്ല. എനിക്കറിയില്ല.